കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗുമായുള്ള തർക്കം പരിഹരിക്കാൻ കെ സുധാകരൻ എം പി ഇടപെടുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം. കെ സുധാകരൻ എം പിയും കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കും. വാരം സീറ്റ് ലീഗിന് നൽകണമെങ്കിൽ പകരം സിറ്റിംഗ് ജനറൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു കോൺഗ്രസ്. വാരം തന്നാൽ പകരം 2 സീറ്റ് കോൺഗ്രസിന് നൽകാമെന്ന് ലീഗ്. കണ്ണൂർ വിഷൻ പുറത്തുവിട്ട കത്തിലെ തത്തുല്യമായ സീറ്റ് എന്ന ഭാഗം ആയുധമാക്കി കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗുമായുള്ള തർക്കം പരിഹരിക്കാൻ ഇതാ സുധാകരൻ എം പിയുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് കോർ കമ്മിറ്റി യോഗം വെച്ചിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്നോളമായിരിക്കുമോ ഇതിന്റെ അവസാനിക്കുക ഈ ഒരു ചർച്ച? അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇതിനൊരു സാധ്യതയുണ്ടോ? ഈ കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ലീഗ് തർക്കം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ കോർ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ എം പി പങ്കെടുക്കും. KPCCയുടെ ചുമതല, അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ KPCC ചുമതല നൽകിയിട്ടുള്ളത് കെ സുധാകരനാണ്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ ഈ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. വൈകിട്ട് 3 മണിക്ക് DCCയിലാണ് ഈ യോഗം നടക്കുക. ഈ യോഗത്തിന് ശേഷം എടുക്കുന്ന തീരുമാനം അത് ലീഗിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗ് ഒരു തരത്തിലുള്ള ചർച്ചക്കും ഇനിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ വാരം സീറ്റ് വിട്ടുകിട്ടണം എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തുടർ ചർച്ചകളില്ല, തീരുമാനം കോൺഗ്രസ് അറിയിക്കട്ടെ, ഇതാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കോർ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുള്ളതും കെ സുധാകരൻ എം പി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് അത് ഏറെ നിർണായകമായിരിക്കും. ഇവിടെ പരിഹാരമാകുന്നില്ലെങ്കിൽ ആ തീരുമാനം സംസ്ഥാന UDF നേതൃത്വത്തിനും KPCCക്കും ഒക്കെ വിടാനാണ് സാധ്യത. സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ DCC ഉള്ളത്. വാരം സീറ്റ് വിട്ടുകൊടുക്കണമെങ്കിൽ തത്തുല്യമായ ഒരു സീറ്റ്, അതായത് ഇന്നലെ കണ്ണൂർ വിഷൻ പുറത്തുവിട്ട ആ ഒരു കത്ത്, അതിപ്പോൾ വലിയ ചർച്ചയാണ് UDFിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും. ആ കത്തിൽ പറയുന്ന ഒരു വാചകം അതാണ് ഇപ്പോൾ കോൺഗ്രസ് പിടിവള്ളിയാക്കുന്നത്. വാരം സീറ്റ് കൊടുക്കുമ്പോൾ, വാരം സീറ്റ് കോൺഗ്രസ് ലീഗിന് കൊടുക്കുമ്പോൾ ലീഗിന്റെ കൈവശമുള്ള തത്തുല്യമായ ഒരു സീറ്റ്, അതായത് ജയിക്കുന്ന ഒരു സീറ്റ്, അത് ജനറൽ വിഭാഗത്തിലാണെങ്കിൽ ആ ജനറൽ വിഭാഗത്തിലെ സീറ്റ് അത് വിട്ടുകൊടുക്കണം എന്നാണ് ആ കത്തിലെ ഒരു പ്രധാനപ്പെട്ട വാചകം. ഇത് ആയുധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തത്തുല്യമായ ഒരു സീറ്റ് കിട്ടിയാൽ ഉറപ്പായും വാരം വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് തത്തുല്യമായ സീറ്റ് എന്ന് പറയുന്നത് വലിയന്നൂർ വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാണ്. വലിയന്നൂർ ഇപ്പോൾ നിലവിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ അത് പട്ടികജാതി സംവരണമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡ് പുനർവിഭജനത്തിൽ ആ ഡിവിഷൻ ജയിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയന്നൂർ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്ന് ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വലിയന്നൂർ സീറ്റിനൊപ്പം തന്നെ തിലാനൂർ സീറ്റും നൽകാം, കോൺഗ്രസിന് വിട്ടു നൽകാം, ലീഗിന്റെ കൈവശമുള്ള തിലാനൂരും വിട്ടു നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോരാത്തതിന് വലിയന്നൂരിനൊപ്പം വേണമെങ്കിൽ താഴെ ചൊവ്വയും നൽകാം, ലീഗ് മത്സരിക്കുന്ന ഡിവിഷനാണ് താഴെ ചൊവ്വ, അത് നൽകാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയന്നൂർ അല്ലെങ്കിൽ താഴെ ചൊവ്വ ഈ 2 ഡിവിഷനുകളിൽ ഒന്ന്, 2 ഡിവിഷനുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ വലിയന്നൂരിനൊപ്പം കോൺഗ്രസിന് നൽകാം എന്നാണ് ലീഗിന്റെ വാഗ്ദാനം. അതായത് കോൺഗ്രസ് ഒരു സീറ്റ് വിട്ടു നൽകുമ്പോൾ ലീഗ് 2 സീറ്റ് തിരിച്ച് കോൺഗ്രസിന് നൽകാം എന്ന ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കോൺഗ്രസിന് സ്വീകാര്യമല്ല. കോൺഗ്രസ് പറയുന്നത് ലീഗിന് വാരം വിട്ടുകൊടുക്കുമ്പോൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന ഒരു ജനറൽ സീറ്റ് കിട്ടണം. ലീഗ് ഇപ്പോൾ മത്സരിക്കുന്ന പള്ളിപ്പുറം അല്ലെങ്കിൽ അതിരകം ഈ 2 സീറ്റുകളിൽ ഒന്ന് കിട്ടിയാൽ വാരം വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ അതിരകം LDF കഴിഞ്ഞ 2 വട്ടം വിജയിച്ച ഡിവിഷനാണ്. പക്ഷേ ഇത്തവണ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ആ ഡിവിഷൻ ജയിക്കാൻ കഴിയുന്ന
പട്ടികയിലാണ് കോൺഗ്രസ് പെടുത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ ലീഗിനെ അറിയിച്ചുവെങ്കിലും ലീഗ് ഒരു തരത്തിലും അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് എടുത്തിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ 2 വട്ടം നടന്ന ചർച്ചയിൽ പ്രധാനമായും ലീഗ് ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. 36 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ലേ, ഞങ്ങൾ അതിന്റെ പകുതി സീറ്റല്ലേ മത്സരിക്കുന്നുള്ളൂ എന്ന ഒരു വാദം ലീഗ് ഉയർത്തിയിരുന്നു. അതിന് കോൺഗ്രസ് നൽകിയ മറുപടി എന്ന് പറയുന്നത് ലീഗ് സുരക്ഷിതമായ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 18 മത്സരിക്കുന്നു, 15 ജയിക്കുന്നു, എല്ലാം ജയിക്കുന്ന സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള 1000-ന് മുകളിലൊക്കെ വോട്ടിന് ജയിക്കുന്ന ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ ഡിവിഷനുകളും കൂട്ടിയാണ് ഇത്രയും സീറ്റുകളുടെ എണ്ണം പറയുന്നത്. അതിൽ എത്ര വേണമെങ്കിലും ലീഗിന് നൽകാൻ കോൺഗ്രസ് തയ്യാറുമാണ്. നിങ്ങൾ മത്സരിക്കുന്നുവെങ്കിൽ പൊടിക്കുണ്ട്, കൊറ്റാളി ഉൾപ്പെടെ ഈ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന ഒരു കാര്യം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലും സമവായത്തിൽ എത്താൻ കഴിയാത്ത ചർച്ച, ആ ചർച്ചയ്ക്ക് പരിഹാരം എന്നുള്ള രീതിയിലാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല KPCC നൽകിയ കെ സുധാകരൻ MP ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ഈ കോർ കമ്മിറ്റിയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് കോൺഗ്രസിൽ. അതിൽ വലിയ അതൃപ്തി കോൺഗ്രസിലുമുണ്ട്. കോൺഗ്രസ് വാരം വിട്ടുകൊടുത്താൽ അത് കോൺഗ്രസിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ DCCയെ അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും വാരം വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പിന് നിൽക്കരുത് എന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും DCCയെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ സമ്മർദ്ദത്തിലാണ് ലീഗും. സമാനമായ സമ്മർദ്ദം നേരിടുകയാണ്. വാരം ഇത്തവണ വിട്ടുകിട്ടിയേ മതിയാകൂ. കഴിഞ്ഞ തവണ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് DCC പ്രസിഡന്റ് ആയിരുന്ന സതീശൻ പാച്ചേനി വാരം വിട്ടു നൽകാം എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നൽകാം എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം ലീഗിലും ഉണ്ടാകും. അങ്ങനെ ഈ പ്രശ്നം എങ്ങനെ ഇനി പരിഹരിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് സംസ്ഥാന UDF നേതൃത്വം ഇതിലൊരു തീരുമാനം എടുക്കട്ടെ. ഒരു തരത്തിലും ഇവിടെ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി ഇത് മാറി സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം ഇരു പാർട്ടികളുടെയും അണികൾ സ്വീകരിക്കുക, അതത് ഘടകങ്ങൾ അംഗീകരിക്കുക എന്നതാണ് പൊതുവായ രീതി. അപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ലീഗ് പറയുന്നത് ഇവിടെ തന്നെ തീരുമാനിക്കണം, ആ സീറ്റ് നമുക്ക് വിട്ടുകിട്ടണം എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ അല്ലെങ്കിൽ സൗഹൃദ മത്സരം എന്നുള്ള രീതിയിൽ വാരത്തും വെറ്റിലപ്പള്ളിയിലുമൊക്കെ സ്ഥാനാർത്ഥി നിർത്തുന്ന ഒരു സാഹചര്യം ലീഗ് ഉണ്ടാക്കും എന്നാണ് പ്രാദേശികമായുള്ള ലീഗ് നേതാക്കളൊക്കെ പറയുന്നത്. എന്തായാലും വലിയ ഒരു കീറാമുട്ടിയായി ഈ പ്രശ്നം മാറുന്നു. അത് പരിഹരിക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ തീരാൻ സാധ്യതയില്ല. അത് സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം എടുത്ത് ഇവിടെ അറിയിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഭ.